എൻ്റെ അനുഭവത്തിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ചെടികളുമായിട്ടൊന്ന് സംസാരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൃദയ സംതൃപ്തി, ആ ചെടികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഓരോ മുളക് പറിക്കുമ്പോഴും ഞാൻ അതിനോട് പറയും, ഞാൻ പറിക്കുകയാണ് കേട്ടോ, അപ്പോൾ ഇതിന് വിഷമമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറിക്കാറ്. പ്രധാനമായിട്ടും മുളകിലേക്ക് പോകാനുള്ള കാരണം, ഒന്ന്, വെളിയിൽ നിന്ന് കിട്ടുന്ന മുളകിനെ അത്ര കണ്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. മുളക് പൊടി ഡൈ ആണല്ല. അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾ പഴുത്ത മുളക്, ഇതുപോലുള്ള മുളകുകൾ കുറച്ചുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ അത് പഴിച്ച് മുറത്തിൽ വെച്ച് ഉണങ്ങിയ ശേഷം പൊടിക്കും. ആ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് കൂടുതലുള്ളതുകൊണ്ട് വളരെ കുറച്ച് മതി താനും. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവിടെയുള്ളത് ഈ ടൈപ്പ് മുളക്, ഇതിൻ്റെ തന്നെ നീലമുളക്, നീളം കൂടിയതുണ്ട്, ഉണ്ട മുളകുണ്ട്, അതിൻ്റെ കുറച്ച് നീളം കുറഞ്ഞതുണ്ട്, പിന്നെ ഒരു വശം നീലയും ഒരു വശം പച്ചയായിട്ടുള്ള മുളകുണ്ട്. ഇതെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള ആണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സാണ്. ചിലതിന് എരിവ് കൂടിയിരിക്കും, ചിലതിന് എരിവ് കുറവായിരിക്കും. പിന്നെ ഉള്ളത് കാന്താരി ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. കാന്താരി നമ്മൾ വീട്ടിൽ അധികം ഉപയോഗം പച്ചക്കറിക്കൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. നടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായും നമ്മൾ വിത്ത് നല്ലപോലെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന മണ്ണല്ല, ഇത് മുഴുവൻ ഇതാണ്, കയർപ്പിത്താണ്, ട്രീറ്റഡ്. അതിൽ വിഷാംശമൊന്നുമില്ല, കണ്ടില്ലേ, ഇത് നല്ല കറുത്ത നിറത്തിലുള്ള കയർപ്പിത്താണിത്. ഇതിനകത്ത് നമ്മൾ നടുന്നതിന് മുമ്പ് അണ്ടിപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കുമ്മായം ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ മിക്സറോട് കൂടിയാണ് ഇത് ലോഡ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഈ വിത്തുകളും ഒരു ഏരിയ വെച്ച് ഓരോ ടൈപ്പായിട്ട് വിഭജിച്ച് നമ്മൾ പാകുകയാണ് ചെയ്യുന്നത്. പാകി വളരെ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, സ്പ്രിങ്കിൾ ചെയ്യാനുള്ള അതിന് വെള്ളമുള്ളത്. അത് കഴിഞ്ഞ ശേഷം അത് മുളച്ച് വരുമ്പം ഒരു നല്ല പൊക്കം വരുന്ന കഴിയുമ്പോൾ ഇത് പറിച്ച് മാറ്റും. ഒരു ടൈപ്പ് മുളക് അവർ നമ്പറിട്ട് 1, 2, 3, 4 എന്ന് അയക്കണേ. അതിൽ ഓരോന്നിനും അവർ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ആ 1 എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ പാകും, 2 എന്ന് പറഞ്ഞാൽ അടുത്ത ഏരിയയിൽ പാകും. എന്നിട്ട് അതിൻ്റെ ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ വയ്ക്കും. 1 എന്നുള്ള നമ്പർ ഇവിടെ വച്ചിരിക്കും, 2 ഇവിടെ വച്ചിരിക്കും. അങ്ങനെ വെച്ചാണ് നമ്മൾ പാകി പോകുന്നത്. അത് കഴിഞ്ഞ് എല്ലാം കിളുത്ത് വരുമ്പോൾ നമുക്ക് ഏത് വെറൈറ്റിയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വെറൈറ്റി തന്നെ ഒരു റോയിൽ വയ്ക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം പരാഗണമോ ഇതൊക്കെ നടക്കാൻ വളരെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഡെയിലി വന്ന് ഒരു 10-15 മിനിറ്റ് വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഇതിന് വേണ്ട വെള്ളം ചെറിയ ഇതാകുമ്പോൾ കിട്ടും. പക്ഷേ കൂടുതൽ ഫലങ്ങൾ വരുന്തോറും വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിന് കുറേ സമയം നമ്മളെടുത്ത് വേണം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്പ്രിങ്കിൾ ട്യൂബ്. വളം ഞാൻ ഒരു 3 മാസം കൂടുമ്പം ആദ്യമേ ലോഡ് ചെയ്ത ഇതുണ്ടല്ലോ വളങ്ങൾ, അതെല്ലാം ഒന്നുകൂടെ കുത്തി ഇളക്കിയ ശേഷം അത് തന്നെ റീലോഡ് ചെയ്യും. കുറച്ച് ക്വാണ്ടിറ്റിയിൽ അത് തന്നെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പക്ഷേ ഇത് വളങ്ങൾ കൂടുതൽ വേണ്ടി വരുന്നത്, വളവും കൂടുതൽ വേണ്ടത് ഈ മുളകിൻ്റെ ഭാരം കൂടുമ്പോഴാണ് ചെടിയിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ കൊടുത്തേ വെക്കുള്ളൂ. അങ്ങനെയാണ് ഇതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ മുളക് ചെടിക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൽ എവിടെയെങ്കിലും ഒരു വെള്ളപ്പൊടിയോ ഇലയിലോ തണ്ടിലോ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. നീം ഓയിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്കിൻ പ്രോബ്ലംസിനെ എല്ലാം ഇതിൻ്റെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് നീം ഓയിലാണ് ഞാൻ പ്രധാനമായിട്ടും. അത് തന്നെയല്ല, അത് കെമിക്കലല്ല, വേപ്പെണ്ണ, അത് വെള്ളം ചേർത്ത്
സ്പ്രേ ചെയ്യുക. മണ്ണിലല്ലാത്തതുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല. അസുഖങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. ഈ പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷനാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അത് വേപ്പെണ്ണ സ്പ്രേ ചെയ്താൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ആദ്യമേ ചെയ്യും, അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ഒന്ന് ചെയ്യും. അപ്പോഴത്തേക്ക് അത് പോയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കും. ഓവർ വളം ചെയ്യുന്നതും ദോഷമാണ്. ശരിക്കും വേണ്ടത് മാത്രം കൊടുത്താൽ മതി. പക്ഷേ കൊടുക്കുന്നത് നല്ല വളമായിരിക്കണം. നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഒന്ന് ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടുന്ന് കമ്പോസ്റ്റ് വളങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് മേടിക്കാനായിട്ട്. അതും ഞാൻ വരുത്താറുണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. അതായത് ഇവരുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റാനായിട്ട് മാത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം മാറ്റി കൊടുക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അണ്ടിപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള ഐറ്റംസിലാണ്. മറ്റ് കൃഷികളെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, കുമ്പളം. ഈ കുമ്പളം നമ്മൾ മുകളിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് താഴത്ത് ചട്ടിയിൽ വച്ച്, നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത് വളരെ ചെറിയ രീതിയിലുള്ള വലിപ്പമുള്ള ചെടികളാണ്. അത് മുകളിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു കീടം വന്നിട്ട് അതിൻ്റെ തല കണ്ടിച്ച് കളയും. അതുകൊണ്ട് ഇത് വലുതായി ഒരു 2-3 ഇല വലിയ ഇല വന്ന ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് പടവല. ഇതൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ കായ് വന്നാൽ ഉടനെ തന്നെ നമ്മളൊരു കവറാക്കിയിടും. അതുപോലെ തന്നെ പാവൽ, ഇത് പാവലിൻ്റെ കവറാണ്. വളം പ്രയോഗിക്കുന്നത് നമ്മൾ യൂണിഫോമായിട്ടാണ്. ഓരോ വിളയ്ക്കും പ്രത്യേകം ആയിട്ട് ചെയ്യാറില്ല. നമ്മൾ ബേസിക്കലി കൊടുക്കുന്ന ആ വളവും അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിൽ കൊടുക്കുന്ന വളവും ഒന്നിച്ചാണ് എല്ലാത്തിനും കൊടുത്തു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. തന്നെയല്ല, വളം ആകാറുമില്ല, കുറയാറുമില്ല. പിന്നെ വെള്ളം നമ്മൾ ഇഷ്ടംപോലെ ദിവസവും കൊടുക്കുന്നുണ്ട്. വളപ്രയോഗത്തിന് ശേഷം നമ്മൾ നല്ലപോലെ വെള്ളം കൊടുക്കണം. ഇതിന് ജലസേചനം ഉണ്ടായില്ലെങ്കിൽ വളപ്രയോഗം കൊണ്ട് ചൂടടിച്ച് അത് മുഴുവൻ കരിഞ്ഞു പോകും. എൻ്റെ ഈ കൃഷി ഞാൻ തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് ആ ടെക്നോളജി കണ്ടുപിടിച്ചതാണ്. ആ ടെക്നോളജി പ്രൊവൈഡറെ എവിടെയാണ് കിട്ടിയെന്നും ഞാൻ പറയാം. അത് തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്. ഇത് ഇമ്പോർട്ടഡ് ഷീറ്റാണിത്. ഇത് ബാംഗ്ലൂർ ഏരിയ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ബൈ ലോഡ് കൊണ്ടുവരായിരുന്നു, ബൈ ലോറി. അതുപോലെ തന്നെ ഈ ടെക്നോളജി എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇവിടെ ആളെ ഇരുത്തി അവരോട് ആണ് ചെയ്യിച്ചത്. ഇതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഷീറ്റ് വളഞ്ഞ് ഇതായിട്ട് പോവുകയില്ല. നമുക്ക് നല്ലപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. ഈ ഓരോ ബെഡും നീളത്തിനനുസരിച്ച് 1, 2, 3, 4 അങ്ങനെ 4-5 സ്റ്റാൻഡിലാണ് അത് വച്ചിരിക്കുന്നത്. ആ സ്റ്റാൻഡിൽ വെച്ച ശേഷം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നനയ്ക്കുമ്പോൾ ഈ മണ്ണ് ഇതിന് ഈർപ്പം കൂടുതൽ വേണ്ടാത്തതെങ്കിൽ അത് ഒലിച്ച് അത് താഴെ ഒരൊറ്റ പോയിന്റിൽ വന്ന് വീഴാനായിട്ട് ഇതിൻ്റെ അടിയിൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് വഴിയാണ് ഈ എക്സസ് വാട്ടർ ഒഴുകിപ്പോയി ആ ഡ്രമ്മിൽ കളക്ട് ചെയ്യുന്നത്. ഈ ഡ്രമ്മിലേക്ക് വെള്ളം വന്ന് വീഴുകയാണ്. അത് വീഴുന്നത് ഈ പോയിന്റിൽ കൂടെയാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വീഴുന്നത്. ഈ വെള്ളം തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. അതിനായിട്ട് എൻ്റെ കയ്യിലൊരു ഇതുണ്ട്, എന്താ പറയണ്ടേ, വെള്ളം ഇതിൽ നിന്ന് സക്ക് ചെയ്ത് സ്പ്രേ ചെയ്യുന്ന സ്പ്രേയറുണ്ട്. ആ സ്പ്രേയർ ഉപയോഗിച്ച് ഞാൻ 1-2 ദിവസം അത് ചെയ്യും. അങ്ങനെയാണ് ഇത്. വെള്ളം മിസ്യൂസും ആകില്ല. ഈ വെള്ളം തന്നെ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൽ വളമുണ്ട്, എസൻസ് എല്ലാം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അത് റീസൈക്കിൾ ചെയ്യുക. സ്റ്റാൻഡിനെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റാണ് കൂടുതൽ, അതുപോലെ തന്നെ ലേബർ ചാർജും. ഏതാണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നുന്നതൊരു 1600-1700 രൂപയെ കൂടുതൽ ചിലവായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ബെഡും കൂടെ വെച്ചാൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 4000 രൂപയുടെ ഒരു സ്റ്റാൻഡായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ്, അതും ചെയ്തപ്പം അതിലും കൂടിയിട്ടുണ്ട്. ഒരു 7000-8000 രൂപ ഒരു ബെഡിന് വേണ്ടി ചിലവാണ് ഇനിഷ്യലി. പക്ഷെ അതൊരു നഷ്ടമായിട്ട് ആരും കണക്കാക്കരുത്. കാരണം ഇത് ലോങ് സ്റ്റോറേജുള്ള, ലോങ് ലൈഫുള്ളതാണ്. ഇതിനിപ്പോൾ എനിക്കൊരു 10 വർഷത്തേക്ക് ഇതിലൊന്നും ചെയ്യണ്ട. നമ്മൾ ഈ ലോഡ് ചെയ്യുക, കുറഞ്ഞ് ഇതുണ്ട്, കുറേ ഇരുന്നു. ഇനി ഇത് രണ്ടാമത് ഇതാക്കി കഴിഞ്ഞാലും വലുതായിട്ട് വരില്ല, കാരണം ഇതിൻ്റെയൊക്കെ വേരോടുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ റീലോഡ് ചെയ്യും. ഇതിലഴിച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഇതിലെ വേരെല്ലാം മാറ്റി മണ്ണ് മാത്രമാക്കി അതിൻ്റെ കൂടെയാണ് പിന്നെ വേപ്പൻ പിണ്ണാക്കും അണ്ടിപ്പിണ്ണാക്കും എല്ലാം ഇത് ഡ്രൈ ചെയ്ത ശേഷം, ഇത് ഡ്രൈ ആവും, വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഇതെല്ലാം ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് പിന്നെ റീലോഡ് ചെയ്യും.
റീലോഡ് ചെയ്ത് നമ്മൾ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നനച്ചിരിക്കണം. നനച്ച ശേഷം മാത്രമേ നമ്മൾ സീഡ്ലിംഗ് പോലും ചെയ്യാൻ ഒക്കുള്ളൂ. എന്നാലേ അത് നല്ലപോലെ വളർന്നു വരുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കാരണം അത് പോവും, കിളിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള ടെക്നോളജി. അതാണ് നമുക്ക്. പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ ചെയ്ത് കുറേ അനുഭവം കൊണ്ട് നമ്മൾ പഠിക്കും. ആ അനുഭവമാണ് എൻ്റെ ഗുരു. എനിക്കിവിടെ ഒരു അങ്ങനെയുള്ള ഒരു അഡ്വൈസൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ ചെയ്തു, ഞാൻ തന്നെ അതിൻ്റെ ഇപ്പോൾ ഇതുകൊണ്ട് ആദ്യമേ ചെയ്തപ്പോൾ ഇതില്ലായിരുന്നു. ഈ ഷീറ്റെല്ലാം ഞാൻ പിന്നെ മാറ്റി രണ്ടാമത് റീവർക്ക് ചെയ്യിച്ചതാണ്. ഇതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാനും ഒക്കെ ഒരു സൗകര്യമുണ്ട്. ആ ഒരു തന്നെ വലിയ ലോഡും വരുന്നില്ല. ഈ എൻ്റെ ഇതിൻ്റെ മുകളിൽ ലോഡ് വരുന്നില്ല, റൂഫിൻ്റെ മുകളിൽ ലോഡ് വരുന്നില്ല. അതിൻ്റെ പ്രധാന സംഗതി ഒന്ന്, ഞാൻ മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഈ ചകിരിയുടെ പിത്താണ്, കയർപ്പിത്ത്. അതിനൊരു ഗുണം വേറെ ഉണ്ട്, അത് വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി കൂടുതലാണ്. ഇന്നൊരു ദിവസം വന്നു നനച്ചു, നാളെ നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് ആ റീറ്റെയിൻ ചെയ്ത് അത് അവിടെ ഇരിക്കും. നമ്മൾ മറ്റന്നാൾ വന്ന് നനച്ചാലും മതി. അതുകൊണ്ട് ചെടിക്ക് വലിയ വാട്ടം വരില്ല. പിന്നെ നമ്മൾ ഈ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വേണ്ടത്ര ലൈറ്റ് വരും, ടെമ്പറേച്ചർ കിട്ടും. പിന്നെ മഴയുടെ ഉപദ്രവം നമുക്കില്ല. മണ്ണ് വേണ്ടാന്ന് വയ്ക്കാനുള്ള പ്രധാന കാരണം, മണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന്, റൂഫിൻ്റെ മുകളിൽ ലോഡ് വെള്ളം കൂടി ചെല്ലുമ്പോൾ കൂടും. അത് റൂഫിനെ ഡാമേജ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. ഇതാകുമ്പോൾ ലൈറ്റ് വെയ്റ്റാണ്. പിന്നെ വേറൊന്ന്, ഈ മണ്ണ് ഈ കയർപ്പിത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ളൊരു ഗുണം ഞാൻ പറഞ്ഞത്, വെള്ളത്തിനെ അത് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് കൂടുതലാണ്. ആ വെള്ളത്തിനെ റീറ്റെയിൻ ചെയ്യുന്ന കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ വളങ്ങൾക്കൊന്നും യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല. ആ എക്സസ് വാട്ടർ നമ്മൾ ഈ ഡ്രമ്മുകളിൽ ശേഖരിച്ച് അത് തന്നെ ഞാൻ റീസൈക്കിൾ ചെയ്യും, റീയൂസ് ചെയ്യും. അപ്പോൾ ആ വെള്ളം തന്നെ അങ്ങോട്ട് പൊക്കോളും, നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. അതിന് ഒരു വലിയ പ്രയോജനമുള്ളൊരു ഇതാണ്. ഈ ഷീറ്റ് ബാംഗ്ലൂർ ഒരു ലൊക്കേഷൻ ഞാൻ ഇതിൽ പോയി നോക്കി, ഇൻ്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. അവർക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്കൊരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതിന് ഒന്ന് കോസ്റ്റ് കൂടുതലാണ്, രണ്ട് ഒരു റോളിൽ കുറഞ്ഞ ഒരു സപ്ലൈ ഇല്ല, കട്ട് പീസായിട്ട് തരില്ല അവർ. അതുകൊണ്ട് എക്സസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അതും ഒരു ലോഡ് അവർ അയക്കുന്നത് ലോറിയിലാണ്. ആ ലോറിയിൽ വന്ന ശേഷം നമുക്ക് വീട്ടിൽ കൊണ്ട് തരും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഡെപ്പോയിൽ പോയി കളക്ട് ചെയ്ത് വേറെ വണ്ടി കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ഇതാണ്, നമുക്ക് ലൈഫ് ലോങ് ആണിത്. ഇത് കാലാവസ്ഥയായിട്ട് യാതൊരു എഫക്റ്റും ഇതിനുണ്ടാവില്ല. ഇത് ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ ഷീറ്റാണ് ഈ ഷീറ്റ്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇതിനോടകം തന്നെ ഒരു 10-50 കായെങ്കിലും കിട്ടിക്കാണും. പിന്നെ വഴുതന ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുപയോഗത്തിന് വേണ്ടത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും കൊടുക്കാനൊക്കില്ല. ഇവിടെ ആരെങ്കിലും വന്നാൽ തന്നെ വഴുതനങ്ങ പേടിച്ച് വരാതിരിക്കാനുണ്ട്, കൊടുക്കണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ നമ്മുടെ ആവശ്യമുള്ളത് മാത്രം. പിന്നെ മുളക് ഞാൻ പറഞ്ഞ പോലെ എക്സസ് ആക്കിയിട്ട് നട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന സംഗതി ഇതാണ്. പിന്നെ ഷെൽഫ് ലൈഫ് കൂടുതലുള്ളത് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പം അതായത് കുമ്പളങ്ങ, പടവലങ്ങ, അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോഴത്തേക്കും കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം. കെട്ടിത്തൂക്കിയിട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഇത് നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യുന്നു. കായ് ഉണ്ടാകുന്നതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരേ വളങ്ങൾ തന്നെയാണ് എല്ലാ ചെടികൾക്കും. പക്ഷേ വഴുതനയ്ക്ക് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ വൈറ്റ് പൗഡർ, അതല്ലെങ്കിൽ ഇത് കണ്ടോ, ഈ ബ്ലാക്ക് പോലെ കാണുമ്പോൾ തന്നെ നമ്മളതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. ഞാൻ ഇത് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാം പോയി നശിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിറം അവിടെ നിൽക്കുക. ആ ഇല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വാടി വീണ് പോക്കോളും. അങ്ങനെ വഴുതനയ്ക്ക് കൂടുതൽ കെയർ വേണ്ട ഒരു ചെടിയാണ്. നമ്മൾ ഇതിനും ചെയ്യുന്നത്, ഒന്ന് പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സൊല്യൂഷനുണ്ട്, അത് ചാർജ് ചെയ്യും, അത് നമ്മൾ സ്പ്രേ ചെയ്യും. അത് കൂടാതെ പിന്നെ സീവീഡിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, എസൻസ്, അതും നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ ബേസിക്കലി ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇതാണ് നമ്മൾ നീം ഓയിലാണ്. നീം ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ്. ഈ ഡ്രമ്മിലെ വെള്ളം, എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇത് തിരിച്ച് ബെഡിലേക്ക് വരുത്താനായിട്ടുള്ള സ്പ്രേയറാണിത്. ഇത് കണ്ടോ, ഇപ്പോൾ വരും. സ്പ്രേയറുടെ അഡ്വർടൈസ്മെൻറ്റ്
ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു സ്പ്രേയറാണ്. വലിയ വിലയില്ല. കാര്യം നല്ലപോലെ നടക്കും. അതായത് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്താതെ ഇത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒരു വെപ്പണാണിത്. ഇത് നമുക്ക് ഓരോ ചെടിക്കും കണ്ടോ, ഇതുപോലെ ചെടികൾക്ക് വരുന്ന കേടുകൾക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള നീം ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള വീഡ് ഓയിലോ ഏതെങ്കിലും ഉപയോഗിച്ച് ഇതിനകത്ത് വെള്ളം ഒഴിച്ച്, അത് 5 ml മതി, ബാക്കി നിറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാം. ഒരു 15 ദിവസം കൊണ്ടുമ്പോൾ ഒന്നുകൂടെ അടിക്കുക. പിന്നെ രാത്രിയിലാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. കാരണം ഇത് കണ്ടോ, ബ്ലൂ കളർ കണ്ടോ, ഈ ബ്ലൂ കളറ് ഉള്ളതുകൊണ്ട് നമുക്ക് രാത്രിയിൽ ഇത് നല്ലപോലെ കാണാനൊക്കും. ഇത് K2 ബ്ലൂ റേ സ്പ്രേയർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇതും ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട്, ഇത് എനിക്ക് തോന്നുന്നത് ആമസോൺ വഴിയാണ് ഇത് വന്നത്. വളരെ വിലക്കുറവാണ്, 1300 രൂപ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഈ താഴത്തുണ്ടാകുന്ന ചെടികളുണ്ടല്ലോ, ഇതുപോലുള്ളത്, ഇതെല്ലാം ഞാൻ ഒടിച്ചു കളയും. കാരണം അത് ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ വെറുതെയാണത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, ചെടിക്കുമില്ല നമുക്കുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം ഞാൻ ഒടിച്ചു കളയും. അത് കട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒന്ന്, ഇൻ്റർലിങ്കിങ് ഉണ്ടാവില്ല. 2, ചെടിയുടെ വെള്ളത്തിൻ്റെ അംശം ഇത് വലിച്ചെടുക്കുകയാണ് കുറേ. അതില്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാടില്ല. അങ്ങനെയാണ് ഇതെല്ലാം പോയിരിക്കണം, ഒരു സ്റ്റെമ്മായിട്ടാണ് പോയിരിക്കണം മുകളിൽ പോയിട്ട് അത് ഡിഫറെൻ്റ് ഇതിൽ പോകും, അത് കുഴപ്പമില്ല. പക്ഷേ ഇത് ഇവിടുന്ന് മുകളിൽ വരെയുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രാഞ്ച് പോലും ഉണ്ടാകാൻ അനുവദിക്കരുത്. അത് വെള്ളത്തിൻ്റെ കൺസംഷൻ കൂട്ടും, ചെടിയുടെ മുകളിൽ അതിൻ്റെ ലോഡ് കൂട്ടും, ഒരു ഉപയോഗവും ഇല്ല താനും. ഇതെല്ലാം പറിച്ച് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടാലും നല്ലതാണ്. കാരണം വെള്ളം അത് കുറച്ച് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടും. പിന്നെ ഇത് തന്നെ ഉണങ്ങി ദ്രവിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വളമായിട്ടും മാറും. പച്ചക്കാന്താരി എന്നാണ് ഈ ചെടി അറിയുന്നത്. പച്ചക്കാന്താരി മുളകാണ് ഇതെല്ലാം. കണ്ടോ, ചെറിയ കാന്താരി മുളക് ഹൃദയത്തിന് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ, അതായത് ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ അനുഭവത്തിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ചെടികളുമായിട്ടൊന്ന് സംസാരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൃദയ സംതൃപ്തി, ആ ചെടികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഓരോ മുളക് പറിക്കുമ്പോഴും ഞാൻ അതിനോട് പറയും, ഞാൻ പറിക്കുകയാണ് കേട്ടോ, ഒത്തിരി വിഷമമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറിക്കാറ്. അതുപോലെ തന്നെ ഓരോ കായ്കനികളും ഞാൻ പറിച്ചെടുക്കുമ്പോൾ ആ ചെടിയുടെ അനുവാദം മേടിക്കും. പിന്നെ ഇവിടെ വന്ന് ഇതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടി കഴിയുമ്പോഴത്തേക്കും അതിനും ഒരു സുഖം, നമുക്കും ഒരു സന്തോഷം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ 2 ദിവസം ഇപ്പം എന്തെങ്കിലും ഒരു കാരണവശാൽ വീട്ടിലില്ല എങ്കിൽ തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം ഇതെല്ലാം വാടി വല്ലാണ്ട് നിൽക്കുമായിരിക്കും. അന്ന് പിന്നെ ഉടനെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച്, വെയിലുള്ളപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കില്ല, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലാറിയ ശേഷം. ആ വെള്ളം ഒഴി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്ന് ഉടനെ ഞാൻ നോക്കും എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അടുത്തേക്കെല്ലാം ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിലെ ടെൻഷനുകളും മറ്റും മറന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നിന്ന് കുറച്ച് നേരം അതിനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ തോന്നും അതിനോട്. അത് കുറച്ച് നാൾ നമ്മൾ കൃഷിയോട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴേ നമുക്കത് തോന്നുകയുള്ളൂ. അല്ലാതെ വല്ലതും വിചാരിക്കും പ്രാന്താണെന്ന് വിചാരിക്കും. പക്ഷേ വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യമാണ്. നമുക്ക് വെൻറ്റിലേഷൻ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊന്ന് വെൻറ്റിലേറ്റ് ചെയ്യാം അതിനോട്. അതുപോലെ തന്നെ അതും നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാണ് കാണിച്ചു തരുന്നത്. എൻ്റെ ഇവിടെ സുഖമില്ല, ഇവിടെ ഇത്തിരി മരുന്ന് കഴിക്കണം എന്നുള്ള രീതിയിലും അത് കാണിച്ചു തരും. പിന്നെ എത്ര പറിച്ചാലും കുറച്ചെങ്കിലും കായ്കനികൾ ഇത് ഒളിച്ചു വയ്ക്കും. അത് വളരെ നിർബന്ധമാണ് ചെടിക്ക്. നമ്മൾ എത്ര പെട്ടെന്ന് പോയി താമസിച്ച് നിന്ന് അതിൻ്റെ ചോട്ടിൽ അവിടെ ഇവിടെ 4 വശം നടന്നു നോക്കിയിട്ടും പറിച്ചാലും എന്തെങ്കിലും അത് ഒളിച്ചു വെച്ചിരിക്കും. അങ്ങനെ ഒരു ഗുണം ചെടികൾക്കുണ്ട്. എൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാഭം ഞാൻ നോക്കാറില്ല. ലാഭം നോക്കാൻ കച്ചവടം തന്നെ നടക്കുന്നില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഒന്ന് മരുന്നുകളുടെ ചിലവ് കുറഞ്ഞ് കിട്ടും ഇവിടെ വന്ന് നിന്നാൽ, അത് തന്നെ എൻ്റെ ലാഭം. അല്ലാതെ ഒന്നും ഞാൻ ലാഭമായിട്ട് നോക്കുന്നില്ല. പിന്നെ ഈ ചെടികളാണെങ്കിൽ എനിക്ക് കനിഞ്ഞെല്ലാം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചെടികളിലുണ്ടാകുന്ന ഓരോ ചുമന്ന മുളകും പറിച്ച് വെയിലത്ത് ചുണക്കി അത് നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ പൊടിച്ച് എനിക്ക് 1 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള മുളക് പൊടി കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലാഭം.
കാരണം വെളിയിൽ നിന്നുള്ള വിഷാംശങ്ങൾ കലർന്ന ഡൈയും അതും ഇതൊക്കെ ചേർന്ന മുളക് പൊടി മേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇതെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഉപയോഗിക്കാം. കൃഷി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾക്ക് ജന്മനാ ഒരു താല്പര്യം വേണം. ആ താല്പര്യമുള്ളവൻ എപ്പോഴാണെങ്കിലും കൃഷി ചെയ്തിരിക്കും. അവൻ്റെ വീട്ടിലെ പറമ്പിലാണെങ്കിലും ശരി, അതല്ല ഇതുപോലെ മോഡേണൈസ് വേയിലാണെങ്കിലും ശരി, അവന് ചെയ്തേ പറ്റുള്ളൂ കൃഷി. അത് അവൻ്റെ ഒരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കണം. അല്ലാത്തവന് ഇത് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് ഈ കൃഷി എന്ന് പറഞ്ഞാൽ പുച്ഛമായിരിക്കും. പക്ഷേ ഇത് വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രകൃതിയുടെ ഒരു അനുഗ്രഹം. നമുക്ക് ഈ ചെടികളെല്ലാം തരുന്നത് വലിയ വലിയ സംഭാവനകളാണ്. നമ്മളതിന് കൊടുക്കുന്നതൊന്നും അല്ല. അതിന് നമ്മൾ കൊടുക്കുന്ന ഈ പിണ്ണാക്കും അതും ഇതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് തരുന്ന റിട്ടേൺ വളരെ വലുതാണ്, വളരെ വലുത്. ഹൈടെക് എന്നുള്ള മോഹം ഞാൻ ഉദ്ദേശിച്ചത്, ഒന്ന്, വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇരിക്കാനും എണീക്കാനും വെള്ളം കോരി നനയ്ക്കാനും എല്ലാം തന്നെ നമ്മുടെ ഏജ് നമ്മളോട് കോംപ്രമൈസ് ചെയ്യണമെന്നില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്കൊരു വാൽവ് തുറന്നാൽ മതി, വെള്ളം ഇഷ്ടംപോലെ കിട്ടും. അതുപോലെ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെടിയുടെ ചുവട് ഇളക്കുകയോ എല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹൈടെക് എന്നുള്ള ഇതിലേക്ക് പോയത്. പിന്നെ ഹൈടെക്കിന് ഈ ഷീറ്റ് കിട്ടുക അതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, അതെല്ലാം വരുത്തിക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക. ഇതിപ്പോൾ ഞാൻ ലോക്കലൈസ് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, കോയമ്പത്തൂർ. അവരെ മാറ്റി ഇപ്പോൾ ലോക്കലി ഒരാളെ ഞാൻ ആ സാമ്പിൾ കാണിച്ച് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ഷീറ്റും ഈ ഫാബ്രിക്കേഷനും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഹൈടെക്കിൽ റൂഫിംഗ് ചെയ്യാൻ കാരണം നമുക്ക് മഴയുടെ ഉപദ്രവം കൂടുതലായിട്ടുണ്ടാകുന്നൊരു സമയമാണ് കേരളത്തിലിപ്പോൾ. അത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രധാന സംഗതിയാണ് ചെടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതേസമയം നമുക്ക് സൂര്യപ്രകാശം ചെടികൾക്ക് വേണം താനും. അതുകൊണ്ടാണ് നമ്മൾ ഈ പോളികാർബണേറ്റ് ഷീറ്റിലേക്ക് തന്നെ പോയത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത്, ഒരു 3 ജനറേഷൻ വീട്ടിൽ ഇരുന്ന് കഴിക്കാനുള്ള നീ മുടക്കിയല്ലോ, അതിനും വേണ്ട ലാഭം ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ലാഭം മതി. മുടക്കിയത് മുടക്കി, പക്ഷേ അതിൽ നല്ല ലാഭം ഉദ്ദേശിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ലാഭം ഉദ്ദേശിച്ച് ഇതൊന്നും നടപ്പില്ല. ഈവൻ പറമ്പിൽ കൃഷിക്കാർക്ക് പോലും ഇപ്പോൾ ലാഭമില്ല. അതാണ് സ്ഥിതി. ഇപ്പോൾ ഞാൻ എൻ്റെ വേറൊരു പറമ്പിൽ ഞാൻ കപ്പ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത കപ്പ മേടിക്കാൻ ആളില്ല. ഞാനത് മുഴുവൻ എന്താണ് അവരുടെ പേര്, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അവരേതാണ്ട് 90 വീടുകളിലോ മറ്റോ അത് ഫ്രീ ആയിട്ട് എത്തിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. നമ്മൾ ഒന്നില്ലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തല്ലോ. ഇതാണ് എൻ്റെ ഫാർമസി. വെജിറ്റബിൾ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഫാർമസിയാണ്. ഇതിന് എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. വേപ്പെണ്ണ തൊട്ട് ഇങ്ങോട്ട് എല്ലാം ഉണ്ട്. ഇതിൽ കണ്ടില്ലേ, ഡോക്ടർ ഫംഗി. അതുപോലെ തന്നെ ഇത് കണ്ടോ, മീലി ബഗ്. ഇങ്ങനെയുള്ള എല്ലാ അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്തിനുള്ളതാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നമ്മൾ മേടിച്ച് വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യത്തിന് ഓർഡർ ചെയ്ത് വരുത്തി ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ചെടി തന്നെ ഇല്ലാതാവും. അപ്പോൾ കണ്ട ഉടനെ നമ്മൾ ആക്ഷൻ എടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് സീവീഡ് എക്സ്ട്രാക്റ്റാണ്. വളരെ നല്ലതാണ് ചെടികൾക്ക്. ഏത് ഏജിലുള്ള ചെടിക്കും ഇത് ഉപയോഗിക്കാം. അതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്ലാന്റിഫൈ ഉണ്ട്, സീവീഡ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, പിന്നെ പവർ പ്ലാന്റ് ഒരെണ്ണമുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓരോ ഉപയോഗമാണ്. ഇതിലെല്ലാത്തിനും ഓരോ ഉപയോഗമുള്ള ചെടി മരുന്നുകളാണ്. അതുപോലെ വളങ്ങളാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന വളമാകട്ടെ, ഈവൻ മരുന്നുകളാകട്ടെ, അതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നതായിട്ടുള്ള ഇതുപോലുള്ള ഗ്രോത്ത് സപ്ലിമെൻ്റ് ആകട്ടെ, ഇതെല്ലാം തന്നെ ഓർഗാനിക്കാണ്. അല്ലാതെ കെമിക്കലായിട്ട് ഞാൻ ഇതിനകത്ത് ഇതുവരെ ഒന്നും തന്നെ കയറ്റിയിട്ടില്ല, കയറ്റുകയില്ല. മുകളിലുള്ള കൃഷി കൂടാതെ താഴത്തും ചെറുതായിട്ട് ഞാൻ കൃഷികൾ ചെയ്യുന്നുണ്ട്. സ്ഥലമുള്ളതിനനുസരിച്ച്. ഇത് കണ്ടോ, കുമ്പളം. ഇത് നട്ടിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 6 മാസമായി കാണും. ഇപ്പോഴാണ് അതുപോലൊരു കായ ഉണ്ടാകുന്നത്. ഇനി ഇഷ്ടം പോലെ കായ ഉണ്ടാകും. ഇതിനു മുമ്പുണ്ടായി, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് പറിച്ച് ഞങ്ങൾ. ഇത് രണ്ടാമതൊരു കായ. ഇത് ഓണത്തിന് വച്ചിരിക്കുക. ഓണത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ. അതുകൂടാതെ ഞാൻ നമ്മുടെ കൃഷിയിൽ പെടുന്നതാണ് മഞ്ഞൾ. ഈ മഞ്ഞളും വളരെ നല്ല മഞ്ഞളാണ്. കാരണം ഇതിൽ കുർക്കുമിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഈ മഴയത്ത് കുറച്ച് വീണുപോയി, എന്നാലും അതൊക്കെ ജീവനോടെ നിൽക്കും. കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഉണക്കി അതിന് ശേഷം നമ്മൾ പൗഡർ ചെയ്ത പൊടിയാണിത്. കുറേ ഉപയോഗിച്ച് ഞങ്ങൾ. ഇതിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതിലെ കുർക്കുമിൻ കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ സ്മെല്ലും നല്ല സ്മെല്ലാണ്.
ഇത് വെറും ചൂടുവെള്ളത്തിലിട്ട് രാവിലെ ഒരു അര സ്പൂൺ ചൂടുവെള്ളത്തിലിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ് ശരീരത്തിന്. ഈ ടെക്നോളജിയിൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ അടിവശത്ത് നിന്ന് ഒരു തിരി താഴത്തേക്ക് പോയിട്ടുണ്ട്. ആ തിരി കിടക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിലാണ്. കണ്ടോ, ഈ വെള്ളത്തിലാണ് ആ തിരി കിടക്കുന്നത്. ആ തിരി വലിച്ചെടുത്ത ചെടിക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ യൂണിഫോമായിട്ട് വെള്ളം കിട്ടും. നമ്മൾക്ക് എന്നും നനയ്ക്കേണ്ട കാര്യമില്ല. ഈ ചെടികൾ എല്ലാം ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. തന്നെയല്ല, ഇപ്പോഴത്തെ മഴ കുറച്ച് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുകളിലത്തെ ചെടികൾക്ക് അത്രയും പ്രശ്നമില്ല. മഴ ബാധിച്ചാൽ കൂടുതലായാലും കുഴപ്പമാണ്, മഴ ഇല്ലെങ്കിലും ഇതിനൊക്കെ കുഴപ്പമാണ്.